നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോരിനിറങ്ങിയപ്പോൾ ആഗോളതലത്തിലെ ആയുധ വ്യാപാര രംഗത്തെ കമ്പനികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ലോകത്തെ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മുമ്പിലാണ് ഇന്ത്യ. പാകിസ്ഥാൻ ആകട്ടെ ചൈനീസ് ആയുധങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെ ചൈനീസ് യുദ്ധവിമാനങ്ങളടക്കം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ഉപയോഗിച്ചു. എന്നാൽ ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു. ഇതോടെ തുടക്കത്തിൽ കുതിച്ച ചൈനീസ് പ്രതിരോധ ഓഹരികൾ വൻ തകർച്ചയാണ് നേരിട്ടത്. ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെയാണ് ചൈനയിലെ പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ ഇടിഞ്ഞത്. ഇന്ത്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാക് ആക്രമണങ്ങളെ നിർവീര്യമാക്കിയിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് ചൈനീസ് നിർമ്മിത ഡ്രോണുകളും മിസൈലുകളുമാണ് പാകിസ്ഥാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ചൈനീസ് മിസൈലുകൾ ഇന്ത്യൻ സൈന്യം പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ പൊട്ടാത്ത ചൈനീസ് മിസൈലുകൾ സൈബർ ഇടത്തിലടക്കം ചർച്ചയായി. ഇത് അവരുടെ പ്രതിരോധ ഓഹരികളിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. ഹാങ്സങ് ചൈന എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് സൂചിക 3% ഇടിവ് നേരിട്ടു. J-10C യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ എവിക് ചെങ്ഡു, ഷുഷൌ ഹോങ്ഡ എന്നിവയുടെ ഓഹരികൾ 2 ദിവസത്തിനിടെ 9.5% ഇടിഞ്ഞത്. J-10C യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതായി പാക് വിദേശകാര്യമന്ത്രി ഇസാഖ് ദാർ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ റഫേലിനെ ചെങ്ഡു വീഴ്ത്തിയെന്ന വിധത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിരുന്നു. ഇതോടെ വിമാന നിർമ്മാണ കമ്പനിയുടെ ഓഹരി വില ഉയർന്നിരുന്നു. എന്നാൽ നരേന്ദ്രമോദി ശക്തമായ മറുപടിയുമായി രംഗത്ത് വന്നതോടെ കയറിയ ഓഹരി വില അതേപടി ഇടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഷുഷൈ ഹോങ്ഡ ഇലക്ട്രോണിക്സ് കോർപ്പ് ആണ് PL-15 മിസൈലുകളുടെ നിർമ്മാതാക്കൾ. പാക് സൈന്യം ഈ മിസൈലുകളും ഉപയോഗിച്ചിരുന്നു. 2020-2024 കാലയളവിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിറ്റത് ചൈനയാണെന്നാണ് റിപ്പോർട്ടുകൾ. മൊത്തം ആയുധ ഇറക്കുമതിയുടെ 81% ചൈനയിൽ നിന്നാണ്. നെതർലാൻഡ് 5.5%, തുർക്കി 3.8% എന്നിങ്ങനെയാണ് പാകിസ്ഥാന്റെ ആയുധ കച്ചവടത്തിലെ വിഹിതം. ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കൂട്ടായ്മയാണ് ഏവിയേഷൻ കോർപ്പറേഷൻ ഓഫ് ചൈന. നിരവധി രൂപകൽപ്പന സ്ഥാപനങ്ങളും നിർമ്മാണശാലകളും ഈ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ത്യ കനത്ത ആക്രമണം നടത്തിയിരുന്നു. നിരവധി തീവ്രവാദികളെ വധിക്കാനും സൈന്യത്തിന് സാധിച്ചു. ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഉപയോഗിച്ചതിലേറെയും ചൈനീസ് തുർക്കി ആയുധങ്ങളായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാൻ ഈ ആയുധങ്ങൾക്ക് സാധിച്ചതുമില്ല. ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയതോടെ ചൈനയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടിയേറ്റിരിക്കുകയാണ്. ചൈനീസ് പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നുവെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. പാക് നാവികസേനയ്ക്ക് ഈ കമ്പനി മിലിറ്ററി കപ്പലുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട്. സൈന്യത്തിനായി ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ നിർമ്മിക്കുന്ന ചെങ്ഡു ഹോങ്ഡ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഓഹരിയിലും ഇടിവാണ് ഉണ്ടായത്. അതേസമയം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഇന്ന് ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾക്കും കരുത്തായി. പ്രതിരോധ ഓഹരികളെല്ലാം മിന്നും പ്രകടനമാണ് നടത്തിയത്. ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരി വില 4.5% ഉയർന്നു. ഭാരത് ഡൈനാമിക്സ് ഇന്ന് 7.8% നേട്ടം കൊയ്തത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, മസഗോൺ ഡോക്ക് എന്നീ ഓഹരികളും 4% വീതവും ഉയർന്നു. സംഘർഷം ആരംഭിച്ചതോടെ ഇന്ത്യയുടെ റഫേൽ ഉൾപ്പെടെ നിരവധി യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നുള്ള തള്ളുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ 70% ഇലക്ട്രിസിറ്റി വിതരണം പാകിസ്ഥാന്റെ ഹാക്കർമാർ തകരാറിലാക്കിയതുപോലും നുണവാർത്തകളെത്തി. രാജസ്ഥാനിലെ ജയ്പൂർ വിമാനത്താവളത്തിൽ പാകിസ്ഥാൻ സ്ഫോടനം നടത്തി. ഇന്ത്യയുടെ മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനമായ S-400 തകർത്തു. ഹിമാലയൻ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ 3 യുദ്ധവിമാനങ്ങൾ തകർന്നു. ഇന്ത്യൻ പോസ്റ്റ് പാകിസ്ഥാൻ സൈന്യം തകർത്തു എന്നിങ്ങനെ നീളുന്നു പാകിസ്ഥാന്റെ കുപ്രചാരണം. എന്നാൽ ഇതെല്ലാം കളവാണെന്ന് ഇന്ത്യ തെളിവ് സഹിതം തെളിയിക്കുകയും പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഹെഡ്ക്വാർട്ടേഴ്സിനരികിൽ വരെ ഇന്ത്യ കൃത്യതയോടെ മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെല്ലാം തെളിവുകളും ഇന്ത്യ നൽകിയിരുന്നു. ഇതിന്റെ വീഡിയോ കൂടി പുറത്തു വന്നതോടെ പാകിസ്ഥാന്റെ കുപ്രചരണങ്ങൾ പൊളിഞ്ഞു. മാത്രമല്ല ചൈനീസ് വെടിക്കോപ്പുകൾക്ക് തിരിച്ചടിയേറ്റതും വാർത്തകളിൽ നിറഞ്ഞു. ഇതോടെയാണ് ചൈനയുടെ പ്രതിരോധ ഓഹരികൾ കൂപ്പുകുത്തി തുടങ്ങിയത്. ഈജിപ്ത് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും ആയുധ വ്യാപാരം വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ചൈനയ്ക്ക് തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലിൽ താൽപര്യം പ്രകടിപ്പിച്ച കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ബ്രഹ്മോസ് വാങ്ങുന്നതിന് ബ്രസീലും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ ബ്രഹ്മോസ് വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഫിലിപ്പീൻസ് ആണ്.